നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിനൊപ്പം മുഖ്യമന്ത്രിയെ നേരിട്ട് സംവാദത്തിന് ക്ഷണിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സ്ഥലവും സമയവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും സതീശൻ പറഞ്ഞു. ലൈഫ് മിഷൻ, വിഴിഞ്ഞം, തുരങ്കപാത, ദേശീയപാത വികസനം, തീരദേശ ഹൈവേ, ക്ഷേമ പെൻഷൻ തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ക്ഷണം. മുഖ്യമന്ത്രി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിനൊപ്പം ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാനുണ്ടെന്നും അതിന് മറുപടി നൽകാൻ തയ്യാറുണ്ടോ എന്നും സതീശൻ ചോദിച്ചു. ഫേസ്ബുക്കിലാണ് ഇത് സംബന്ധിച്ച ദീർഘമായ പോസ്റ്റ് വി.ഡി. സതീശൻ പങ്കുവച്ചത്. വാർത്തകൾ വിശദമായി. തന്നെ സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ താൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാൻ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ലെന്നും പകരം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നിരത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പേജിൽ കുറിക്കുന്നു. ഉന്നയിച്ച ഒരു വിഷയത്തിന് പോലും കൃത്യമായ മറുപടി പറയാൻ കഴിയാത്തതിനെ പരിതാപകരം എന്നേ വിശേഷിപ്പിക്കാനാവുമെന്നും പ്രതിപക്ഷം എന്നാൽ നശീകരണ പക്ഷമാണ് എന്ന് സ്വയം വിശ്വസിക്കേണ്ട ദുരന്തമാണെന്നും എന്തിനേയും എതിർക്കുന്നത് എന്നത് നയമായി സ്വീകരിച്ചവർക്ക് ഓരോ വിഷയത്തിന് സ്വീകരിച്ച നിലപാടുകളെ പിന്നീട് ന്യായീകരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വിഷയങ്ങളിലുള്ള പരസ്യ സംവാദത്തിലുള്ള വെല്ലുവിളിയെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന്. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. 604 തദ്ദേശ സ്ഥാപനങ്ങളെ 12,391 വാർഡുകളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ് നടക്കും. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകൾ വിധി എഴുതിയിരുന്നു. ഇതോടെ സംസ്ഥാനത്ത് 14 ജില്ലകളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. 13-നാണ് വോട്ടെണ്ണൽ. ദേശീയ പാതയിൽ പതിവാകുന്ന അപകടങ്ങളുടെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിലെ മുഴുവൻ റീച്ചുകളും സേഫ്റ്റി ഓഡിറ്റ് നടത്താൻ ദേശീയപാത അതോറിറ്റി 378 ഇടങ്ങളിൽ മണ്ണ് പരിശോധിക്കും. ഡിസൈനുകൾ പുനഃപരിശോധനയ്ക്ക് ശേഷം മാത്രമേ അന്തിമ അനുമതി നൽകൂ. കൊട്ടിയത്ത് ദേശീയപാത തകർന്നതിന് കാരണം മണ്ണിൻ്റെ ബലക്കുറവാണെന്നും ദേശീയപാത അതോറിറ്റി കണ്ടെത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയുള്ള തിരുവനന്തപുരം മുനിസിപ്പൽ സെഷൻ കോടതി ഉത്തരവിൻ്റെ പകർപ്പ് പുറത്ത്. പരാതിക്ക് പിന്നിൽ സമ്മർദ്ദമുണ്ടെന്ന വാദം തള്ളാനാകില്ലെന്നും പരാതി നൽകുന്നതിൽ വൈകിയതിനെക്കുറിച്ചുള്ള വാദങ്ങൾ വ്യത്യസ്തമാണെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. പ്രഥമദൃഷ്ട്യാ ബലാത്സംഗത്തിന് തെളിവില്ലെന്നും പരാതിയിൽ പിന്നീട് യുവതി നൽകിയ മൊഴിയിലും വൈരുദ്ധ്യമുണ്ടെന്നും കോടതി ഉത്തരവിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻ കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. ഒരു ജനപ്രതിനിധിക്കെതിരെ ലൈംഗിക പീഡനം പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും വസ്തുതകൾ പൂർണ്ണമായി പരിഗണിക്കാതെയാണ് ജാമ്യം അനുവദിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ്റെ പ്രധാന വാദം. കോൺഗ്രസ് എം പി ശശി തരൂരിന് വീർ സവർക്കർ പുരസ്കാരം നൽകുന്ന സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ശബരിമലയിലെത്തിയ വി.ഡി. സതീശൻ ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലാണ് ശശി തരൂരിൻ്റെ സവർക്കർ പുരസ്കാര വിവാദത്തിലും പ്രതികരണം തേടിയത്. ചോദ്യത്തിൽ പ്രതികരിക്കാതെ കൈകൂപ്പി തൊഴുത് ഒന്നും പറയാനുള്ള രീതിയിൽ വി.ഡി. സതീശൻ പോവുകയായിരുന്നു. വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി കോൺഗ്രസ് വീട് നിർമ്മിക്കുന്ന സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ഈ മാസം നടത്തുമെന്ന് സിദ്ദീഖ് എം.എൽ.എ. സ്ഥലത്തിൻ്റെ അഡ്വാൻസ് കൈമാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ഡിസംബർ 22 കോൺഗ്രസ് ജനമനത്തിൽ വീടുകളുടെ നിർമ്മാണം തുടങ്ങാനാണ് പാർട്ടിയുടെ ആഗ്രഹം. ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഭൂമി തോട്ടഭൂമിയല്ലെന്നും അക്കാര്യം പാർട്ടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയെന്നും സിദ്ദീഖ് പറഞ്ഞു. മലയാറ്റൂരിലെ 19-കാരി ചിത്തപ്രിയയുടെ കൊലപാതകത്തിൽ ആൺസുഹൃത്ത് അലൻ അറസ്റ്റിൽ. കസ്റ്റഡിയിലെടുത്ത അലൻ്റെ അറസ്റ്റ് ഇന്നലെ വൈകിട്ടോടെയാണ് കാലടി പോലീസ് രേഖപ്പെടുത്തിയത്. സംശയത്തെ തുടർന്ന് പെൺകുട്ടിയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊല്ലുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. തലക്കേറ്റ ഗുരുതര പരിക്കാണ് ചിത്തപ്രിയയുടെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായി. ശനിയാഴ്ച മുതൽ കാണാതായ പെൺകുട്ടിയെ ചൊവ്വാഴ്ച വൈകിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിയിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മ പ്രതിഷേധം സംഘടിപ്പിച്ചു. അവൾക്കൊപ്പം എന്ന പേരിലായിരുന്നു കൂട്ടായ്മ. തിരുവനന്തപുരത്ത് മാനവീയം വീതിയിലാണ് പരിപാടി നടന്നത്. പെൺ സൗഹൃദ വേദിയാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ സംഗമം നടത്തിയത്. കോടതി വിധി നിരാശ ഉണ്ടാക്കുന്നതാണെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ ദിലീപ് കുറ്റക്കാരനാണെന്നും പരിപാടിയിൽ സംസാരിച്ച അജിത പറഞ്ഞു. വോട്ട് ചെയ്യുന്നത് മൊബൈലിൽ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച ആൾക്കെതിരെ പോലീസ് കേസ്. ഡിസംബർ 9 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് മൊബൈൽ ചിത്രീകരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വോട്ടർക്കെതിരെയാണ് നെടുമങ്ങാട് പോലീസ് കേസെടുത്തത്. നെടുമങ്ങാട് കായ്പാടി സ്വദേശി സെയ്ദാലി എസിനെതിരെയാണ് കേസെടുത്തത്. കോഴിക്കോട് ഓമരശ്ശേരിയിൽ ചൊവ്വാഴ്ച നടന്ന കലാശക്കൊട്ടയുടെ കത്തിയുമായി UDF പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ച CPM പ്രവർത്തകൻ. UDF LDF പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റത്തിന് പിന്നാലെയായിരുന്നു സംഭവം. ഓമശ്ശേരി സ്വദേശിയായ സലാമാണ് കത്തിയുമായി എത്തിയത്. CPM പ്രവർത്തകർ ഇയാളെ പിടിച്ചുമാറ്റി കത്തി കൈവശപ്പെടുത്തുകയായിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ UDF കൊടുവള്ളി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇടുക്കിയിൽ 9 വയസ്സുകാരിയുടെ ലൈംഗികാതിക്രമം നടത്തിയ 44-കാരന് 5 വർഷം കഠിന തടവും 30,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഇടുക്കി ഗാന്ധിനഗർ കോളനി നിവാസി ചന്ദ്യൻ വീട്ടിലെ ഗിരീഷിനെയാണ് ഇടുക്കി അതിവേഗ കോടതി ശിക്ഷിച്ചത്.
സൂരജ് ലാമയുടെ തിരോധനത്തിൽ വീണ്ടും ഇടപെട്ട് ഹൈക്കോടതി. വിഷയത്തിൽ പോലീസും എയർപോർട്ട് അധികൃതരും വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിദേശ ജയിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ പരിശ്രമിക്കുമോ, എന്നാൽ അവർ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എവിടേക്ക് പോകുന്നുവെന്ന് ആരും അന്വേഷിക്കാറില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു. കേരളത്തിൽ തീർപ്പ് കൽപ്പിക്കാത്ത പോക്സോ കേസുകൾ ഏറ്റവും അധികമുള്ളത് തിരുവനന്തപുരത്ത്. ഈ വർഷം ജൂലൈ 30 വരെയുള്ള കണക്ക് പ്രകാരം 1370 കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. രണ്ടാമതുള്ള എറണാകുളത്തെ അപേക്ഷിച്ച് ഇരട്ടിയാണിത്. എറണാകുളത്ത് 704 കേസുകളും തീർപ്പ് കാത്തിരിക്കുന്നത്. 131 കേസുള്ള പത്തനംതിട്ടയും 232 കേസുള്ള കാസർഗോഡുമാണ് ഏറ്റവും കുറവ് കേസുകൾ ഉള്ളത്. വർക്കലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ക്ലിഫിൽ വൻ തീപിടുത്തം. വർക്കലയിലെ നോർത്ത് ക്ലിഫിൽ റിസോർട്ടിലാണ് വൻ തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൽ റിസോർട്ട് പൂർണ്ണമായും കത്തിനശിച്ചു. നോർത്ത് ക്ലിഫിലെ കലയിലാണ് റിസോർട്ടിലാണ് തീപിടുത്തമുണ്ടായത്. റൂമിൽ വാടകയ്ക്ക് താമസിച്ച വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം ശബരിമലയിൽ തിരക്ക് കൂടുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾ സന്നിധാനത്തെത്തിയത് 1,00,000-അടുത്ത് വിശ്വാസികളാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിവരെ 50,000-ൽ-അധികം വിശ്വാസികൾ ശബരിമലയിൽ ദർശനം നടത്തി. തിങ്കളാഴ്ച എത്തിയത് 1,10,979 ഭക്തരും ചൊവ്വാഴ്ച 97,000-ന് മുകളിൽ ഭക്തരുമാണ് എത്തിയത്. ഈ സീസണിൽ ഇതുവരെ എത്തിയ ഭക്തരുടെ എണ്ണം 23 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിലെ വിധിപ്പകർപ്പ് നേരത്തെ തന്നെ ചോർന്നുവെന്ന് ഹൈക്കോടതി അഭിഭാഷക. അസോസിയേഷൻ പ്രസിഡന്റ് ആരോപണം തള്ളി എക്സിക്യൂട്ടീവ് കമ്മിറ്റി രംഗത്ത്. വിധിയുടെ വിശദാംശം അടങ്ങിയ ഊമക്കത്ത് തങ്ങളറിയാതെയാണ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഷേണായി ചീഫ് ജസ്റ്റിസിന് കൈമാറിയെന്നും നടപടിയിൽ അസോസിയേഷൻ പങ്കില്ലെന്നും സെക്രട്ടറി അഡ്വക്കേറ്റ് MR നന്ദകുമാർ അറിയിച്ചു. മുഖ്യ വിവരാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷണർമാർ, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ തുടങ്ങിയ രാജ്യത്തെ സുപ്രധാന ഭരണഘടനാ ചുമതലയിലേക്കുള്ള നിയമനം സംബന്ധിച്ച് ചേർന്ന നിർണായക സമിതി യോഗത്തിൽ കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.